ഇപ്പോൾ നമുക്കൊപ്പം ഇനിയിപ്പോൾ ഒരു അതിഥി കൂടി ജോയിൻ ചെയ്യുന്ന സമയമാണ്. അതിഥി മറ്റാരുമല്ല, തിരുവനന്തപുരത്ത് മേയറായി ചരിത്രം കുറിച്ച BJP നേതാവ് ശ്രീ VV രാജേഷ് നമുക്കൊപ്പം തത്സമയം ഹലോ മലയാളത്തിനൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ VV രാജേഷ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. നമസ്കാരം. 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 ഓക്കെ, അപ്പോൾ ചോദിച്ചോളൂ. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ചരിത്ര വിജയമാണ്. ഒരു പുതിയൊരു നിയോഗത്തിലേക്ക് വരുന്നു. അഭിനന്ദനങ്ങൾ. വലിയ സന്തോഷമുണ്ട്. ഞങ്ങളെ സഹകരിച്ച ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം നടത്തിയ വലിയ സമരമുണ്ട്, അഴിമതിക്കെതിരെ നടത്തിയ സമരം, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മെച്ചപ്പെട്ട ഒരു ഭരണത്തിന് വേണ്ടിയൊക്കെ നടത്തിയ പോരാട്ടത്തിൽ മലയാളം, ന്യൂസ് മലയാളം ഉൾപ്പെടെയുള്ള ഒരുപാട് മാധ്യമങ്ങൾ ഞങ്ങൾ രാത്രിയും പകലും സമരം നടത്തുമ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടറും ക്യാമറമാൻമാരും ഒക്കെ തന്നെ റോഡിലൊക്കെ തന്നെ കിടന്നുറങ്ങിക്കൊണ്ട് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. അവർക്കും പോലീസ് വർധന കിട്ടിയിട്ടുണ്ട്. ഒരു നേരായ പോരാട്ടത്തിന് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭരണം 5 വർഷം മുന്നോട്ട് പോകുമ്പോൾ ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ, ഞങ്ങൾ വരുത്തേണ്ട തിരുത്തലുകളൊക്കെ തന്നെ ന്യൂസ് മലയാളം ചൂണ്ടിക്കാണിക്കണം, സമൂഹത്തോട് പറയണം, ഞങ്ങളോട് പറയണം. എല്ലാ കാര്യത്തിനും ഒരുപാട് നന്ദി. നിശ്ചയമായി. ഇപ്പൊ തിരുവനന്തപുരത്ത് തന്നെ 50 സീറ്റ് നേടി ചരിത്ര വിജയം കുറിച്ചുകൊണ്ടാണ് അങ്ങ് ഉൾപ്പെടെയുള്ള ഒരു സമിതി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് മനസ്സിലെ പദ്ധതികൾ? ഇന്നലെ തന്നെ ഒരു വയോജന മിത്രം ബില്ലിൽ ഒപ്പിടുകയും ചെയ്തു. അതെ, 65 വയസ്സ് കഴിഞ്ഞ പ്രായമായ ആൾക്കാർക്ക് അവർക്ക് അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി, അതായത് നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ ചെക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതിനുവേണ്ടി ഓരോ വാർഡിനും ഓരോ ലക്ഷം രൂപ കൊടുക്കുന്നു. നമ്മൾ 55 വാർഡുകളിലാണ് കോർപ്പറേഷൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു 50 ലക്ഷം രൂപ നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ടുള്ളൊരു ഫയലിലാണ് ആദ്യം ഒപ്പിട്ടത്. ഇനി ഒരുപാട് ഇപ്പോൾ ഒരു കോർപ്പറേഷൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടാനും ഇടപെടാനും സാധ്യതകളുള്ള, അതൊരു പഞ്ചായത്താവട്ടെ, മുനിസിപ്പാലിറ്റി ആവട്ടെ, കോർപ്പറേഷൻ ആവട്ടെ. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ ഇടപെടാം, വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാം, സ്പോർട്സ് രംഗത്ത് ഇടപെടാം, കലാ മേഖലകളിൽ ഇടപെടാം, അങ്ങനെ നികുതി പിരിക്കുന്നതിൽ ഇടപെടാം. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഷോർട്ട് ടേം പദ്ധതികളും ലോങ് ടേം പദ്ധതികളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ 1 by 1 ആയിട്ട് ചെയ്യാനുള്ള ആലോചനയിലാണ്. അടിയന്തരമായി പ്രാധാന്യത്തിൽ ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഒക്കെ സന്ദർശനം, കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലോടുകൂടി ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട പദ്ധതികളുമുണ്ട്. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, നികുതി ചോർച്ച. നമ്മുടെ കോടിക്കണക്കിന് രൂപ കോർപ്പറേഷൻ്റെ നികുതി ഇനത്തിൽ വർഷങ്ങളായി പിരിഞ്ഞു കിട്ടാനുള്ള തുക കെട്ടിക്കിടക്കുകയാണ്. ചിലർ ബോധപൂർവ്വം അടയ്ക്കാത്തതാണ്, പലരും കോടതി കേസ് കൊടുത്തിട്ട് വക്കീലിലേക്ക് കൊണ്ട് നീട്ടി വെച്ച് പോവുകയാണ്. ഞാനിത് ന്യൂസ് മലയാളത്തിലൂടെ പറയുന്നത്, ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കോർപ്പറേഷന് കിട്ടേണ്ട പണം കൃത്യമായിട്ട് കിട്ടി വെക്കുകയുള്ളൂ. അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അടയ്ക്കാൻ തയ്യാറാവണം. നമ്മുടെ കോർപ്പറേഷൻ്റെ വരുമാനം മെച്ചപ്പെട്ടാൽ മാത്രമേ ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ചോർച്ച തടയണം. പണം മിസ്യൂസ് ചെയ്യപ്പെടുന്ന സാഹചര്യം കോർപ്പറേഷൻ ഉണ്ടെന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഉണ്ടെങ്കിൽ അത് തടയണം. ഇതിനൊക്കെ ആയിരിക്കും ഞാൻ ആദ്യമായി ഇടപെടുന്നത്. ശ്രീ VV രാജേഷ്, ഇപ്പോൾ ഈ നിയമസഭ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ ആ സമയത്ത് ഒരുപാട് വിവാദങ്ങളിലും കൂടെയൊക്കെ ഇപ്പോൾ പാർട്ടി പോയൊരു ഘട്ടമാണ്. ഇപ്പം 1-2 പേരുടെ ആത്മഹത്യയും കാര്യങ്ങളൊക്കെ വന്നു. പാർട്ടി കുറച്ചൊന്ന് പ്രതിരോധത്തിലായോ എന്ന രീതിയിൽ ചർച്ചകളൊക്കെ വന്നു. പറ്റുന്നൊരു സന്ദേശം എന്താണ്? അല്ല, ഈ ആത്മഹത്യ, മരണം എന്നൊക്കെ, പ്രത്യേകിച്ചും അകാലത്തിൽ പ്രായം ചെന്ന് അസുഖം ബാധിച്ചൊരു വ്യക്തി മരണപ്പെടുന്നത് പോലെ അല്ലല്ലോ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾ. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. മാനസിക സമ്മർദ്ദം ഒക്കെ വരുന്ന സാഹചര്യത്തിൽ പലരും ചെയ്യാറുണ്ട്. അതിപ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ആയാലും അല്ലെങ്കിൽ രാഷ്ട്രീയമില്ലാത്ത വ്യക്തിയായാലും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടാകാൻ പാടില്ല. എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യപ്പെടുന്നത്? കാരണം മാനസിക സമ്മർദ്ദം. പക്ഷേ ഏതൊരു വ്യക്തിക്ക് അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ രാഷ്ട്രീയമായി അതിനെ ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. ഞങ്ങൾ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങളുടെ 2 പ്രവർത്തകർക്ക് അവരുടെ മാനസിക സമ്മർദ്ദം താങ്ങാനായില്ല, പാവങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഒരു നിമിഷം ആരെങ്കിലും ഒന്ന് സംസാരിച്ച് മനസ്സ് മാറ്റാനുള്ള സാഹചര്യം അവിടെ കിട്ടിയിരുന്നെങ്കിൽ അവർ ആത്മഹത്യയില്ലായിരുന്നു. പക്ഷേ അത് പലരും തെരഞ്ഞെടുപ്പിൽ പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ജനങ്ങൾ അതിനോടൊപ്പം നിന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ മാത്രം പശ്ചാത്തലത്തിലല്ല പറയുന്നത്. പിന്നെ ഇന്നലെ PK കൃഷ്ണദാസ് ഉൾപ്പെടെ അവിടെ ഉണ്ടാവേണ്ട, അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം 2 ദിവസം മുമ്പ് കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം സ്ഥലത്തില്ല. CK പത്മനാഭൻജി കണ്ണൂരിൽ നിന്നാണ് ഓടിയെത്തിയത്, മുരളിയേട്ടൻ എത്തി, സുരേന്ദ്രൻ എത്തി, രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ നിന്നാണ് എത്തിയത്, കുമ്മനം രാജേട്ടൻ ചേർത്തലയിൽ നിന്നായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ നേതാക്കന്മാർ ഈ പ്രസ്ഥാനം ഒന്നുമല്ലായിരുന്ന സമയത്ത് കുമ്മനം രാജേട്ടൻ, CK പത്മനാഭൻജി, V മുരളീധരൻജിയൊക്കെ ഉൾപ്പെടെയുള്ള ഇറങ്ങി നടന്ന് പട്ടിണി കിടന്ന് കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഞാനൊരു ചുമതലയിലെത്തിയത്. അപ്പോൾ
ഇതിൽ ഈ ചുമതല ഏറ്റെടുത്ത എന്നെക്കാളും എന്നോടൊപ്പം ചുമതല ഏറ്റെടുത്ത മറ്റ് സഹപ്രവർത്തകരെക്കാളും ഏറ്റവും കൂടുതൽ കണ്ണ് നിറയുന്നത് കുമ്മനം രാജേട്ടനും വി മുരളീധരൻജിയും സി കെ പത്മനാഭൻജി കൃഷ്ണദാസിയൊക്കെ ഉൾപ്പെടെയുള്ളവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നേതാക്കൾ അവരുടെ ഒരു അവകാശമാണ്. അതോടൊപ്പം തന്നെ ആദ്യം 1986 കൗൺസിലറായിട്ടുള്ള 6 പേരാണ് BJPയുടെ അവരിൽ ഒരാൾ ജീവിച്ചിരിപ്പില്ല, ഒരാളിന് സുഖമില്ലാതെ കിടപ്പിലാണ്. ബാക്കി 4 പേരും ഇന്നലെ വന്നിരുന്നു ഞങ്ങളെ അനുഗ്രഹിക്കാൻ. മാത്രമല്ല സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞങ്ങളോടൊപ്പമുണ്ട്. ശ്രീ വി വി രാജേഷ്, 40 വർഷത്തെ ഇടതുകോട്ട തകർത്താണ് BJP തലസ്ഥാനം പിടിക്കുന്നത്. അത് രാജ്യം തന്നെ ഉറ്റുനോക്കിയ ഒരു തിരഞ്ഞെടുപ്പും അല്ലെങ്കിൽ ഒരു ഫലപ്രഖ്യാപനവും ഒക്കെ ആയിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷം ഇത്രയും കാലം ഭരിച്ചൊരു സ്ഥലത്ത് BJP അധികാരമേൽക്കുമ്പോൾ ജനങ്ങളുടെ പ്രതീക്ഷയും കൗതുകവും കൂടുതലായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് അങ്ങയുടെ മുന്നോട്ടുള്ള ഓരോരോ നീക്കങ്ങളും പ്രതീക്ഷകളും ഒക്കെ? അല്ല, ഞാൻ മേയറായ സ്ഥിതിക്ക് ഇനി തകർത്തെറിഞ്ഞു കോട്ടകൾ എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അവരുടെ ഭരണത്തിൽ എന്തൊക്കെയോ ജനങ്ങൾ വിയോജിപ്പുള്ളത് കൊണ്ടായിരിക്കാമല്ലോ ആ ഭരണം വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. എന്തായാലും അത് ഞങ്ങളൊരു പാഠമാകും. എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം പഠിക്കുന്ന ഒരു പാഠം. ഇനി അങ്ങ് മുന്നോട്ട് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറയാം, ഒരുപാട് തവണ പറഞ്ഞു, അതുകൊണ്ട് ആവർത്തിക്കേണ്ടതില്ലായിരുന്നു. പക്ഷേ താങ്കൾ ചോദിച്ചുകൊണ്ട് മാത്രം പറയാം. പ്രകൃതിയുടെ ഒരു അനുഗ്രഹം കിട്ടിയ നഗരമാണ് നമ്മുടെ തിരുവനന്തപുരം നഗരം. എന്തിനാണ് ഇവിടെ കുറവുള്ളത്? എല്ലാ കാര്യങ്ങളും വന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു നഗരമാണ് തിരുവനന്തപുരം നഗരം. ഈ നഗരത്തിൻ്റെ എല്ലാ സാധ്യതകളും, ഈ നഗരത്തിൻ്റെ ഓരോ മണൽത്തരിയെയും എങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ നഗരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആൾക്കാർക്കും അതിൻ്റെ ഗുണം ലഭിക്കും. അതിലൂടെ സമൂഹത്തിന് എങ്ങനെ ഗുണം ലഭിക്കും? ഈ ഒരു റിസർച്ചാണ് ഈ ഭരണം. അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളെക്കൊണ്ട് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും 101 തിരഞ്ഞെടുക്കപ്പെടുന്ന കൗൺസിലർമാരുടെയും സഹകരണത്തോടെ, ഞാൻ അടിവരായിട്ട് പറയും, 101 കൗൺസിലർമാരെയും ഒറ്റ യൂണിറ്റായി കണ്ടുകൊണ്ട് അവർ ഒരു കടലാസുമായിട്ട് ഒരു പേപ്പറുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും അത് വച്ച് വൈകിപ്പിക്കുക. കാരണം ഞാൻ 5 വർഷം പ്രതിപക്ഷ കൗൺസിലറായിരുന്നപ്പോഴേക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു കൗൺസിലർ ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾ, അത് CPM ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, അവർ വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും വൈകിപ്പിക്കാതെ അവർ ആവശ്യപ്പെടുന്ന ജനകീയമായ കാര്യങ്ങൾക്ക്, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പരമാവധി പണം അനുവദിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ വിശ്വാസമില്ല, ഉദ്യോഗസ്ഥരുടെ യൂണിയൻ ഏതോ ആയിക്കോട്ടെ, അവരുടെ രാഷ്ട്രീയം ഏതോ ആയിക്കോട്ടെ, അതിനെ ബഹുമാനിക്കുന്നു. പക്ഷേ കൃത്യമായിട്ട് അവർ ജോലി ചെയ്യണം. രാവിലെ 10 മണിക്ക് അവർ ജോലിക്ക് വരണമെന്നാണ് നിയമമെങ്കിൽ 10 മണിക്ക് വരണം, 5 മണി വരെ ഫീൽഡിൽ ഓഫീസിലുണ്ടാകണം, പുല്ല് വെട്ടണമെങ്കിൽ പുല്ല് വെട്ടണം. അക്കാര്യങ്ങളിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പക്ഷേ വ്യക്തിപരമായ മാനുഷികമായ പരിഗണന വെച്ചുകൊണ്ട് ഇടപെട്ടുള്ള സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലുള്ള ഭരണമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശ്രീ വി വി രാജേഷ്, ഇപ്പം ഈ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് അറിയാത്തൊരു സ്ഥലമേ അല്ല, മുക്കും മൂലയും അറിയാം. കാലങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ഈ പ്രവർത്തിക്കുന്നു, കൗൺസിലറായിരുന്നു, എല്ലാ കാര്യങ്ങളും അറിയാം. ഓരോരുത്തരെയും എനിക്ക് തോന്നുന്നു പല സ്ഥലം, ഇപ്പോൾ പൂജപ്പുരയ്ക്കുള്ള പല ആൾക്കാരെയും അങ്ങേക്ക് പേരെടുത്ത് പോലും പറയാൻ പറ്റും, ഓരോ കുടുംബത്തിലുള്ള ആളുകളൊക്കെ. അപ്പം അത്രയേറെ പരിചിതപ്പെട്ട ഒരു സ്ഥലമാണ്. 5 വർഷത്തെ ഭരണം ഇനി അങ്ങയുടെ കയ്യിലാണ്, നഗരഭരണം അങ്ങയുടെ കയ്യിലാണ്, നഗരത്തിൻ്റെ നാഥനായി ഭരിക്കാൻ പോവുകയാണ്. ഈ 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന ഒരു നഗരമായി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു 10 നഗരങ്ങൾ എടുത്താൽ അതിലൊന്ന് തിരുവനന്തപുരമായിരിക്കും. അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, ഒന്ന് എൻ്റെ കയ്യിലാണ് ഭരണം, വി വി രാജേഷിൻ്റെ കയ്യിലാണ് ഭരണം എന്നുള്ളതിനോട് ഞാൻ ചെറിയൊരു തിരുത്തൽ വരുത്തുക. ഇതൊരു ടീം വർക്കാണ്. ഇത് ഇപ്പോൾ ഒരു മേയറോ അവിടെ കാണുന്ന കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങോ കുറേ സോണൽ ഓഫീസുകളോ ഒന്നുമല്ല കോർപ്പറേഷൻ. ഇവിടുത്തെ ജനങ്ങൾ സഹകരിക്കണം. ഒരു 10,000 ഉദ്യോഗസ്ഥരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്സാക്ട് കണക്ക് ഇന്നിനി പോയി ഫയലൊക്കെ നോക്കിയാലേ അത് സാധിക്കുള്ളൂ. അവരുണ്ട് 101 തിരഞ്ഞെടുക്കപ്പെട്ട നല്ല അനുഭവ സമ്പത്ത്, എന്നെക്കാൾ അനുഭവ സമ്പത്തുള്ള മുൻ MLA ഉൾപ്പെടെയുള്ള കൗൺസിലർമാർ, ഞങ്ങൾ എല്ലാവരും കൂടി ചേരുന്ന, ചില വിയോജിപ്പുകൾ ആശയപരമായി ഉണ്ടായെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന ഒരൊറ്റ യൂണിറ്റിൻ്റെ ദൗത്യമാണ് 5 വർഷം. താങ്കളിപ്പോൾ 10 നഗരങ്ങളിലൊന്നിനോ, ഞങ്ങളുടെ കോൺസെപ്റ്റ് മിനിമം 3 നഗരങ്ങളിൽ, ഇന്ത്യയിൽ അറിയപ്പെടുന്ന, ഇന്ത്യയിൽ ഏറ്റവും മികച്ച 3 നഗരങ്ങളിൽ ഒരു നഗരം നമ്മുടെ തിരുവനന്തപുരം ആയിരിക്കണം. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ്. ഇപ്പം പറയാറുണ്ടല്ലോ, വാനോളം ആഗ്രഹിച്ചാൽ കുന്നോളം ലഭിക്കും. അതുകൊണ്ട് ഞങ്ങൾ 1ാം റാങ്കിന് വേണ്ടി പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് 2ാമത്തെയോ 3ാമത്തെയോ റാങ്കെങ്കിലും ലഭിക്കും. അങ്ങനെയുള്ള കഠിനാധ്വാനം, രാവിലെ ഒരു 7 മണി 8 മണി മുതൽ രാത്രി 10-11 മണി വരെ പരമാവധി മിനിമം അത്രയും സമയമെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ശ്രീ വി വി രാജേഷ്, ഇനിയിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം എന്നാവും എത്തുക? അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ. സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾ സ്ഥാനാർത്ഥി സംഗമം പുത്തരിക്കണ്ടം മൈതാനത്തിൽ നടന്നപ്പോൾ അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് വിത്തിൻ 45 ഡേയ്സ് പ്രധാനമന്ത്രി ഇവിടെ എത്തുമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പലതവണ ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഓക്കെ, ശ്രീ വി വി രാജേഷ്, ഇപ്പം ഈ പറഞ്ഞ പോലെ കാലങ്ങളായിട്ട് ഇപ്പം ഇടതു മുന്നണി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് BJP ആദ്യമായിട്ട് വരുന്നു, അവിടെ ഭരണത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രതിസന്ധികളും ഉണ്ടാകും. അപ്പോൾ ഈ പ്രതിസന്ധികളെയൊക്കെ നേരിടാൻ പൂർണ്ണമായിട്ടും ടീം സജ്ജമായിട്ടുണ്ട്.
അതായത് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, വളരെ കാറ്റും കോളും ഒക്കെ നിറഞ്ഞ കടലിലൂടെ കപ്പൽ ഓടിക്കുമ്പോഴേക്കാണ് നല്ലൊരു നാവികനായി മാറുന്നത്. മേഘങ്ങളുള്ള ആകാശത്തൂടെ വിമാനം പറപ്പിക്കുമ്പോഴാണ് നല്ലൊരു പൈലറ്റായി മാറുന്നത്. ഗട്ടറുള്ള റോഡിലൂടെ മനോഹരമായ വാഹനം ഓടിക്കുമ്പോഴാണ് നല്ലൊരു ഡ്രൈവറായി മാറുന്നത്. ചലഞ്ച് ഇല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ പ്രസ്ഥാനം, ഇപ്പോൾ ഞാൻ ഈ RSSൻ്റെ ശാഖയിൽ ABVPയിലും യുവമോർച്ചയിലും BJPയിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് കേരളത്തിൽ ഒരു സാധ്യതയും പാർലമെൻറ്റ് രംഗത്തില്ലാത്തപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങിയ ആളാണ്. പ്രതിസന്ധികളെയൊക്കെ തന്നെ നിങ്ങൾ അവസരങ്ങളാക്കി മാറ്റണം, പ്രതിസന്ധികളുടെ മുമ്പിൽ തളരരുത് എന്നാണ് ഞങ്ങളുടെ ബാല്യകാലം മുതൽ തന്നെ. ABVPയിലൊക്കെ 3 പേരെ വെച്ചൊക്കെ പ്രകടനം നടത്തിയിട്ടുണ്ട്. കോലം കത്തിക്കാൻ 2 പേരൊക്കെയാണ് പോയി. ഒരാൾ മുദ്രാവാക്യം വിളിക്കും, ഒരാൾ ഏറ്റെടുക്കും. ഞങ്ങൾക്ക് അടി കിട്ടിയാലും ഞങ്ങളാണ് പ്രതി, അടി കൊടുത്താലും ഞങ്ങളാണ് പ്രതി. ഈ അവസ്ഥ 90-കളിൽ 90-95 കാലഘട്ടങ്ങളിൽ തരണം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. കിടക്കാത്ത പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്ത് ചുരുക്കമാണ്, 1-2 പോലീസ് സ്റ്റേഷനുകൾ, ബാക്കി എല്ലാ പോലീസ് സ്റ്റേഷനിലും ഞാൻ എല്ലാ തരത്തിലും കിടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധി എങ്ങനെ നേരിടണമെന്ന് അറിയാം. പിന്നെ കഴിഞ്ഞ കൊല്ലം 5 കൊല്ലം CPM കേരളം ഭരിക്കുമ്പോൾ, CPM തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുമ്പോൾ, അവരുടെ യൂണിയൻ, ശക്തമായ യൂണിയൻ ഉള്ളപ്പോൾ 35 കൗൺസിലർമാരെയും വെച്ചിട്ട് ഒരു ഗവൺമെൻറ്റിനെതിരെ, കോർപ്പറേഷനെതിരെ ശക്തമായ സമരം നടത്തി ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ വെല്ലുവിളിയൊന്നും തേടാതെ അല്ലല്ലോ. അപ്പോൾ വെല്ലുവിളികൾ അവസരങ്ങളാക്കി മുന്നോട്ട് പോവുക. കരുത്തരായ നേതാക്കന്മാരുള്ള പ്രതിപക്ഷത്തെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം ഞങ്ങൾക്ക് തന്നെ വളരെ വിജിലൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ തന്നെ ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ശരി, ഓക്കെ. അപ്പം വളരെയധികം സന്തോഷം ശ്രീ VV രാജേഷ് ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ നല്ലൊരു പുതുവർഷക്കാലവും ഇനി നന്നായി തന്നെ ഒരു അടുത്ത 5 വർഷം അങ്ങേക്ക് മുന്നിലുണ്ട്. നല്ലൊരു ഭരണം അങ്ങേക്കും അങ്ങയുടെ ടീമിനും കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഒരുപാട് നന്ദി. ന്യൂസ് മലയാളത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഓക്കെ.